നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിലെ സന്ദർശനം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തിയാലുടൻ വിവിധ ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് ചുമതലകൾക്കായി നേതാക്കളെ തീരുമാനം. മൂന്നാം തവണയും ഭരണം ഉറപ്പാക്കണമെന്ന ലക്ഷ്യത്തോടെ വിശദമായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കാനും അടുത്ത മാസം ആദ്യ ആഴ്ചയിൽ ഭവന സന്ദർശനങ്ങൾ ആരംഭിക്കാനും പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചു. CM with me എന്ന ജനസമ്പർക്ക പരിപാടിക്ക് ഉദ്ദേശിച്ച രീതിയിൽ പ്രചരണം ലഭിക്കാത്തതിനാൽ പരാതികൾക്ക് അടിയന്തര പരിഹാരം കണ്ടെത്തി നൽകാനാണ് സർക്കാർ നിർദ്ദേശം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ മുഖം നഷ്ടപ്പെട്ടെന്ന തിരിച്ചറിവിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഊർജിതമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് CPM തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ജയപരാജയങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ്. വരുന്ന 7 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതിനാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാകുമെന്ന കണക്കൂട്ടലിൽ തന്നെയാണ് LDF-ഉം. സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ കൈക്കൊണ്ട നിയമപരമായ നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് ഭവന സന്ദർശനവും കൂട്ടായ്മകളും നടത്താനാണ് കീഴ്ഘടകങ്ങൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉയർന്ന ഗ്രൂപ്പ് പോരും തമ്മിലടിയും അവസാനിക്കുന്നതിന് മുൻപ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെന്ന അവകാശവാദങ്ങൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കാനും നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ജില്ലകളിലെയും തെരഞ്ഞെടുപ്പ് ചുമതലകൾ മുതിർന്ന നേതാക്കൾക്കൊപ്പം മന്ത്രിമാർക്ക് നൽകും. കഴിഞ്ഞ തവണ വോട്ടുകൾ കുറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങൾക്കും വാർഡുകൾക്കും പ്രത്യേക പരിഗണന നൽകി പ്രവർത്തനം നടത്താനാണ് നിർദ്ദേശം. G. സുധാകരനെ പോലെ പാർട്ടിക്കുള്ളിൽ വിമത ശബ്ദമുയർത്തുന്ന നേതാക്കളെ പ്രകോപിപ്പിക്കാതെ ഒപ്പം നിർത്താൻ സംസ്ഥാന നേതൃത്വം ശ്രദ്ധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ അവതരിപ്പിച്ച പരിപാടികളൊന്നും വേണ്ടത്ര വിജയം കണ്ടില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം സർക്കാർ PR പരിപാടിയാണെന്ന ആരോപണം പ്രാദേശിക തലത്തിൽ വിജയിപ്പിക്കാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. പ്രാദേശിക തലത്തിൽ വികസന ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും പൊതുജനാഭിപ്രായം ഉൾക്കൊള്ളുന്നതിനുമായി സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെ നടത്തുന്ന വികസന സദസ്സുകളും വേണ്ടത്ര ഫലപ്രദമായില്ല. ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തലത്തിൽ നടത്തുന്ന വികസന സദസ്സുകൾ ഒരു ചടങ്ങായി മാത്രം മാറുകയാണിപ്പോൾ. കൊട്ടിഘോഷിച്ച് നടത്തിയ CM with me 1 മാസത്തോളമായെങ്കിലും അത് കാര്യമായ ചലനം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിട്ടില്ല. ബന്ധപ്പെട്ടാൽ കിട്ടുന്നില്ലെന്ന പരാതിയാണ് കൂടുതൽ പേരും പങ്കുവെക്കുന്നത്. എത്ര പേരുടെ പരാതികൾ പരിഹരിച്ചെന്നത് സംബന്ധിച്ച് കൃത്യമായ അവലോകനം പോലും നടക്കുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. പരിപാടി പാളിപ്പോയത് കാരണം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് CM with me ഊർജിതമാക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.